എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഋഷിഭ്യോ നമ. ഓം ശ്രീ പരമഋഷിഭ്യോ നമ. ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 156-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. യത്വാ തുരീയം ഋതുഭിർ ദ്രവിണാദോ യജാമഹേ അധസ്മാനോദതിർഭവ. അന്വയം: ഹേ ദ്രവിണ ദയൽ ഋതുഭി സഹ ത്വാ തുരീയം യജാമഹേ അധ ന ദധി ഭവസ്മ. യൽ ആ കാരണത്താൽ, ദ്രവിണത ദ്രവിണോദസ് എന്ന അഗ്നി, ഋതുഭി ഋതുക്കളോടും ഋതുദേവതമാരോടും കൂടി, തുരീയം 4-മതും പൂർത്തിയാക്കി, യജാമഹേ യജ്ഞം ചെയ്യുന്നുവോ, അധ ആ കാരണത്താൽ, ന ഞങ്ങൾ, ദതിഭവസ്മ ഞങ്ങൾക്ക് ദാനം ചെയ്യുന്ന ദേവനായി, അല്ലയോ അഗ്നേ അങ്ങ് അവശ്യം ഭവിച്ചാലും. അർത്ഥം: അല്ലയോ ദ്രവിണോദസ്സായിട്ടുള്ള അഗ്നിദേവ. അഗ്നിദേവന്റെ മറ്റൊരു പേരാണ് ദ്രവിണോദസ്. യാതൊരു കാരണത്താൽ അങ്ങ് ഋതുക്കളോടും ഋതുദേവതമാരോടും കൂടി ഞങ്ങളുടെ യജ്ഞവേദിയിൽ വന്ന് അങ്ങയുടെ പേരിൽ 4-മതും പൂർത്തിയാക്കിയ യജ്ഞവും സ്വീകരിച്ച് ഞങ്ങൾക്ക് യജ്ഞകർമ്മത്തിനാവശ്യമായിട്ടുള്ള ഉത്കൃഷ്ടമായ ധനത്തെ അവശ്യം ദാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഇതൊരു പ്രാർത്ഥനയാണ്. അല്ലയോ അഗ്നിദേവ, ദ്രവിണോദസ്സായിട്ടുള്ള അഗ്നിദേവ, യാതൊരു കാരണത്താൽ അങ്ങ് ഋതുദേവതമാരോടും ഋതുക്കളോടും കൂടി ഞങ്ങളുടെ യജ്ഞവേദിയിലേക്ക് ആഗതനാകുന്നുവോ, ആ സമയത്ത് ഞങ്ങൾ 4-മതും പൂർത്തിയാക്കിയ യജ്ഞം സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി, സമ്പത്തുകൾ നൽകി എന്നെന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.